ഞാൻ സ്നേഹത്തോടെ തയ്യാറാക്കിയത് ദൈവകൃപയാൽ നയിക്കപ്പെട്ടത് എൻ്റെ അടുക്കളയിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക്. ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത്. നാരങ്ങ വെള്ളയായിട്ട് എങ്ങനെയാണ് കാന്താരിമുളക് ചേർത്ത് അച്ചാറിടുന്നതെന്ന് നോക്കാം. അച്ചാറിന് വേണ്ടിയിട്ട് നമ്മൾ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉലുവ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉലുവയും കടുകും നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാന്താരിമുളകാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കരിയാപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കരിയാപ്പിലയൊക്കെ കരിയാപ്പില നന്നായിട്ട് മൂക്കണം കേട്ടോ. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കണേ. അപ്പം നല്ലപോലെ ആവശ്യത്തിന് മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കരിയാപ്പിലയും ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ 1 മാസമായിട്ട് ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന നാരങ്ങയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു നാരങ്ങ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഉണ്ടല്ലോ ഇതിലേക്ക് ഉപ്പുണ്ടോ എന്ന് ഇപ്പം നോക്കണം കേട്ടോ. ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. വിനാഗിരി ചേർത്ത് വെച്ചതാണ്. ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ചിട്ട് ഇതിനകത്തുള്ള വാട്ടർ കണ്ടൻറ്റ് മുഴുവനും പറ്റണം. നല്ലപോലെ വെള്ളം ഒട്ടും ചേർക്കാൻ പാടില്ല കേട്ടോ. നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പം നമ്മൾ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് നാരങ്ങ വേകാനുണ്ടെങ്കിൽ ആ നാരങ്ങയും വെന്തോളും ആ കൂട്ടത്തിൽ തന്നെ. അപ്പം നമ്മുടെ അച്ചാറിനകത്ത് വെള്ളമൊക്കെ നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ആവശ്യത്തിന് ഇച്ചിരി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഉണ്ടല്ലോ നല്ലപോലെ ഉപ്പ് ചേർക്കണം. അച്ചാറെന്ന് പറഞ്ഞാൽ ഉപ്പിലിട്ടതെന്നാണ് അർത്ഥം അതിൻ്റെ കേട്ടോ. അപ്പോൾ ഉപ്പ് നന്നായിട്ട് ചേർക്കണം. എപ്പോഴും ഉപ്പ് കുറച്ച് മുന്നോട്ട് നിൽക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിന് പാകമായിട്ട് ഉപ്പും വിനാഗിരിയൊക്കെ പിടിച്ച് വരുള്ളൂ. ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അവസാനം ഇത് ചേർക്കാവുള്ളൂ. ഇത് കണ്ടോ കായത്തിൻ്റെ പൊടിയാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. കായപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അവസാനം ചേർക്കാവുള്ളൂ കേട്ടോ എപ്പോഴും കായപ്പൊടി. അപ്പം നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് ദിവസം ഇരിക്കണം എന്നിട്ടേ ഉള്ളൂ എടുക്കാവുള്ളേ. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ചുമന്ന മാങ്ങാച്ചാർ മുളക് പൊടിയൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നാരങ്ങ വെള്ളയച്ചാറൊക്കെ ഇട്ട് വെച്ച് പിള്ളേർക്കൊക്കെ സ്കൂളിൽ പോകുമ്പോഴേക്കും ഒരല്ലി അച്ചാറൊക്കെ കൊടുത്തു വിട്ടെന്നാൽ അവർക്ക് ചോറൊക്കെ കഴിക്കുമ്പം വേറിട്ട ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.